ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു അത്യുഗ്രം പ്രൊമോ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ അശ്വിനും ശ്രുതിയും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ശ്യാം ആണെങ്കിൽ അതിബുദ്ധി കാണിക്കുന്നുണ്ട്. ഇവർ വീട്ടിലെത്തുന്ന മുമ്പ് തന്നെ ശ്യാം വീട്ടിലേക്ക് എത്താണ്. അപ്പോൾ ശ്യാമിൻ്റെ മേത്തൊക്കെ അടികൊണ്ട പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് മറച്ചു വെക്കണമല്ലോ. അതിനു വേണ്ടി അഞ്ജലിയെടുത്ത് വേറൊരു വലിയ കള്ളം പറയാണ് ശ്യാം. തൻ്റെ വണ്ടി പെട്ടെന്ന് വേറൊരു വണ്ടിയായിട്ടല്ല, മരത്തിലിടിച്ച് ആക്സിഡൻ്റ് ആയെന്നും അതുകൊണ്ട് തന്നെ തലയൊക്കെ പൊട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറയാട്ടോ ശ്യാമം. അങ്ങനെ അഞ്ജലി മരുന്നൊക്കെ തേച്ച് കൊടുക്കണം. അയ്യോ ശ്യാമേട്ട സൂക്ഷിക്കേണ്ട ശ്യാമേട്ട, നമ്മുടെ കരണ്ട് ഇങ്ങനെ മരുന്നൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ അശ്വിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയൊക്കെ എൻട്രി വരുന്നത്. അങ്ങനെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. ശ്രുതി ആദ്യമൊന്നും സത്യങ്ങളൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ മനോരമ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അഞ്ജലി, നിൻ്റെ വിശ്വാസം നമ്മുടെ കുഞ്ഞൻ ഇത്രയും നാൾ പുറത്തായിരുന്നു, സ്വിറ്റ്സർലാൻഡിലായിരുന്നു എന്നല്ലേ? പക്ഷെ അവൻ അവിടെ ആയിരുന്നില്ല, അവനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടു പോയിരിക്കുകയായിരുന്നു എന്ന് പറയാണ് മനോരമ. അത് കേൾക്കുന്നത് അഞ്ജലി ഷോക്കായി പോവാണ്. എന്തൊക്കെയാണ് ആൻറ്റി ഈ പറയണത്? കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയെന്നോ? ആൻറ്റിക്ക് എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ അതെ സത്യമാണ് ഞാൻ പറയണതെന്ന് പറയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നീ കുഞ്ഞൻ്റെ കോലം നോക്ക്, അവൻ്റെ കോലം കാണുമ്പോൾ നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. കുഞ്ഞ, ഈ ആൻറ്റി പറഞ്ഞതൊക്കെ സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയണ്ട. ആൻറ്റി വേണ്ട ആൻറ്റി എന്ന് പറയുമ്പോൾ ഇല്ല, ഇനിയെങ്കിലും സത്യങ്ങളൊക്കെ അഞ്ജലി മോൾ അറിഞ്ഞേ പറ്റൂ. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തായാലും കുഞ്ഞനിവിടെ ഇവിടെ എത്തിയല്ലോ. ഇനി ഗുണ്ടകളെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി ഗുണ്ടകൾ കുഞ്ഞനെ ഒന്നും ചെയ്യാൻ പോണില്ല. അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ ഇനിയെങ്കിലും അഞ്ജലി മോൾ അറിയണം എന്ന് പറഞ്ഞിട്ട് മനോരമ സത്യങ്ങളൊക്കെ പറയാം കേട്ടോ. അഞ്ജലി മോളെ, കുഞ്ഞനെ കുറച്ച് ഗുണ്ടകൾ ചേർന്നിട്ട് തട്ടിക്കൊണ്ട് പോയിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയണം. അത് ശ്രുതിക്കും എനിക്കൊക്കെ അറിയാമായിരുന്നു. ഞാനൊരു സമയം വരെ ഇവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഗുണ്ടകളെ കണ്ടുപിടിക്കാനൊക്കെ. പകുതി ആയപ്പോഴേക്കുമാണ് എന്നെ ഇവർ ആ ദൗത്യത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് പിന്നീട് ശ്യാമും അതുപോലെ തന്നെ ശ്രുതിയും കൂടി അതിലേക്ക് ഇറങ്ങിയത്. പിന്നെയാണ് കാര്യങ്ങളൊക്കെ നീ പിന്നീടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞല്ലോ. ശ്രുതിയും ശ്യാമും സ്നേഹിച്ച് ഒളിച്ചോളാനൊക്കെ നിൽക്കുമായിരുന്നു അശ്വിൻ്റെ സ്വത്തുക്കളൊക്കെ ആയിട്ട് എന്ന് പറയാണ്. ഇത് കേൾക്കുന്നതും നമ്മുടെ അഞ്ജലി ആകെ ഷോക്കാവാട്ടോ. അഞ്ജലി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ആൻറ്റി പറയണത്? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ വിശ്വസിച്ചേ പറ്റൂ അഞ്ജലി മോളെ, നിന്നെല്ലാവരും ചേർന്ന് പൊട്ടിയാക്കാണ്, മണ്ടിയാക്കാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ആൻറ്റി ഇത്ര വരെ പറഞ്ഞില്ലേ, ഇനി ബാക്കി ഞാൻ പറയാം. അഞ്ജലി ചേച്ചി, ഒരിക്കലും അഞ്ജലി ചേച്ചിനെ ഞാൻ ചതിച്ചിട്ടില്ല. ഈ ശ്യാമാണ് അശ്വിൻ സാറിന് ഒളിവിൽ താമസിപ്പിച്ചത്. സ്വത്തുക്കൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി ശ്യാം സാർ തന്നെയാണ് അശ്വിൻ സാറിനെ കിഡ്നാപ്പ് ചെയ്തത്. എന്താ ശ്രുതി, എന്താ നീ പറഞ്ഞത്? എൻ്റെ ശ്യാമേട്ടനാണ് കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തെന്നോ? അതെ, സ്വത്തുക്കൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി. പിന്നെ അഞ്ജലി ചേച്ചിയുടെ അടുത്തും ഇയാൾക്ക് ഇഷ്ടമൊന്നുമില്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോട് പോലും ഇയാൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റോ ഇഷ്ടമോ ഒന്നുമില്ല. അഞ്ജലി ചേച്ചി, ഇയാളൊരു ക്രൂരനാണ്, ഇയാളൊരു വൃത്തികെട്ടവനാണ്, ഇയാളൊരു പരമനാറിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ശ്രുതി എല്ലാ വാക്കുകളും ഇങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അഞ്ജലിയുടെ കയ്യൊക്കെ ഇങ്ങനെ പെടക്കുവാട്ടോ, ദേഷ്യം വന്നിട്ട്. പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ മുഖത്തിട്ട് ഒരു ഒറ്റടി കൊടുക്കുകയാണ്. ഇനി മിണ്ടിപ്പോരുത് എൻ്റെ ശ്യാമേട്ടനെ കുറിച്ച്. ശ്യാമേട്ടൻ ആരാന്ന് നിനക്കറിയാവോ? എൻ്റെ ദൈവമാണ്, ദൈവങ്ങളുടെ കൂടെയാണ് ഞാൻ ശ്യാമേട്ടനെ വെക്കണത്. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ട് എന്തിനാ ശ്രുതി നീ ഇങ്ങനെ പച്ചക്കള്ളം എന്നോട് പറയണത്? അഞ്ജലി ചേച്ചി, ഞാൻ കള്ളമല്ല പറഞ്ഞത്, സത്യമാണ് അഞ്ജലി ചേച്ചി പറഞ്ഞത്. അഞ്ജലി ചേച്ചി ഇനിയെങ്കിലും വിശ്വസിച്ചേ പറ്റൂ എന്ന് പറയണത്. സത്യങ്ങളൊക്കെ എനിക്ക് ചേട്ടനറിയാം, എനിക്ക് ചേട്ടാ സത്യങ്ങളൊക്കെ പറ. അതെ അഞ്ജലി ചേച്ചി, ശ്രുതി പറഞ്ഞതൊക്കെ സത്യമാണ്. ഈ ശ്യാം തന്നെയാണ് അഞ്ജലി ചേച്ചിനെ ചതിക്കണത്. അശ്വിൻ ബ്രോനെ തട്ടിക്കൊണ്ടുപോയത് ശ്യാമാണ്. തട്ടിക്കൊണ്ടുപോകാൻ മാത്രമല്ല, കൊല ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നത്. കറക്റ്റ് സമയത്താണ് സച്ചിയേട്ടനും ശ്രുതിയും കൂടി ഇടപെട്ട് ആ ഒരു ദൗത്യത്തിൽ നിന്നിട്ട് ഈ ശ്യാമിനെ പിന്തിരിപ്പിച്ചത്. ഇയാൾ ലോക കള്ളനാണ്. അഞ്ജലി ചേച്ചിനെ പറ്റിക്കുകയാണ് ഇയാൾ. എനിക്ക് പറയണ്ട്. അതെ, അശ്വിൻ ബ്രോനെ ചതിച്ച് പണമെല്ലാം തട്ടിയെടുക്കാൻ നോക്കുന്നത് ഇയാളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആ സമയത്ത് പ്രീതി വരുന്നുണ്ട്. ചേച്ചി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താ നിനക്കിനി പറയാനുള്ളതെന്ന് പ്രീതി എടുത്ത് അഞ്ജലി ചോദിക്കുമ്പോൾ ശ്രുതി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. ഈ ശ്യാമിനെക്കുറിച്ച് പല കാര്യങ്ങളും ഞാൻ അഞ്ജലിയുടെ അടുത്ത് തുറന്നു പറയണം. ഈ ഒരു സമയത്ത് പറയാൻ പറ്റില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോകും. അതുകൊണ്ട് വേറെ കുറേ കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി വേണ്ട ശ്രുതി, ഇതിപ്പോൾ ഞങ്ങൾ പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഇനി നമുക്കിത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല. നാളൊരു സമയത്ത് ഈ സത്യം കൂടി അഞ്ജലി ചേച്ചി അറിഞ്ഞിങ്ങനെ ആകെ തകർന്നു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറയാം. അഞ്ജലി ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ശ്രുതിയുടെ വിവാഹ നിശ്ചയം? ഒരു ശ്യാമിനായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു. അമ്മയുടെ വീട്ടിലെ മുകളിൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിന്ന ശ്യാമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ ശ്യാം മാധവ് ഈ ആളാണ് എന്ന് പറയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ശ്രുതിയായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞത് എൻ്റെ ശ്യാമേട്ടനായിട്ടാണെന്നോ? അതെ,
പക്ഷെ അയാൾ പറഞ്ഞത് അയാൾ ബാച്ചിലറാണ്, അയാൾ പാലക്കാടുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് ശ്രുതിയായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തിയത്. എല്ലാവരുടെ വിശ്വാസം ഇയാൾ നേടിയെടുത്തു. അതിനുശേഷം ശ്രുതി ഈ വീട്ടിൽ വന്നപ്പോൾ ലാവണ്യ മേഡത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ പോലും ഇയാൾ ശ്രുതിയുടെ അടുത്ത് നിന്ന് മാറിയാണ് നടക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഇയാൾ ഒരിക്കൽ പോലും ശ്രുതിയുടെ അടുത്തേക്ക് മുഖം കൊടുത്തിട്ടില്ല. എൻ്റെയും ആകാശേട്ടൻ്റെ കല്യാണത്തിന് തലേ ദിവസമാണ് ശ്രുതി ഈ സത്യങ്ങളൊക്കെ അറിയുന്നത്. ആ ശ്യാം തന്നെയാണ് ഈ ശ്യാമെന്ന്. കല്യാണത്തിന് തലേ ദിവസം ഈ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? വിവാഹം മുടങ്ങും. പിന്നെ ഇയാളെ നേരെയാക്കാനും പറ്റില്ല. അഞ്ജലി ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കും. കാരണം അഞ്ജലി ചേച്ചി പ്രഗ്നൻറ്റും കൂടി ആയിരുന്നു. ഡോക്ടർ ശ്രദ്ധിക്കണമെന്ന് പറയണം. അപ്പോൾ എല്ലാം കൂടി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം മറച്ചു വെച്ചത് എന്ന് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആവാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ശ്യാം അശ്വിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അശ്വിൻ, കുഞ്ഞ, അളിയ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവർ ഇത്രയും പറഞ്ഞത് കേട്ടില്ലേ? ഈ രണ്ട് അനിയത്തിമാർ, ഈ ചേച്ചി അനിയത്തിയും പറഞ്ഞത് കേട്ടില്ലേ? എന്നെക്കുറിച്ച് വേണ്ടാത്തതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അളിയൻ ഇത്രയും ദിവസം തട്ടിക്കൊണ്ടുപോയത് ഗുണ്ടകളാണെന്ന് പറഞ്ഞാൽ ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷെ ആ ഗുണ്ട ഞാനാണെന്ന് പറഞ്ഞാൽ അളിയൻ വിശ്വസിക്കുമോ? അളിയൻ എപ്പോഴെങ്കിലും ഈ ഗുണ്ടകൾ ഇത്രയും ദിവസം ഒരാഴ്ച അളിയനെ തട്ടിക്കൊണ്ട് പോയിട്ട് എപ്പോഴെങ്കിലും അളിയൻ എൻ്റെ മുഖം ആ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടോ? അളിയ പറ എന്ന് പറയാണ്. അശ്വിൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കണ്ടോ, അളിയൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് വിശ്വസിക്കുക? അതുകൊണ്ട് ഇവരെ വിശ്വസിക്കരുത്. ഈ ചേച്ചിനെയും ഈ അനിയത്തിനെയും ഇപ്പം ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയാണ്. അത് കേൾക്കണതും അശ്വിൻ അങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ. അത്ര നേരം മിണ്ടാതിരുന്ന അശ്വിൻ വേഗം തന്നെ ശ്യാമിൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. എന്നിട്ട് അപ്പോഴേക്കും അഞ്ജലിക്ക് ആകെ ഷോക്ക് ആവാട്ടോ. എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട്, ഈ അടി ഞാൻ എന്തിനാ തന്നെന്നറിയാവോ? എൻ്റെ ചേച്ചിനെ ഇത്രയും നാൾ പറഞ്ഞ് പറ്റിച്ചതിന്, എൻ്റെ ചേച്ചിനെ ചതിച്ചതിനാ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അശ്വിനാണെങ്കിൽ ശ്യാമിൻ്റെ മറ്റേ കവിളത്തും കൂടി അടിക്കുവാണ്. എന്നിട്ട് പറയണ്ടേ, ഈ അടി ഞാൻ എന്തിനാ തന്നെന്നറിയാവോ? എൻ്റെ ഭാര്യേനെ ഇത്രയും നാൾ കഷ്ടപ്പെടുത്തിയതിന്, എൻ്റെ ഭാര്യേനെ എന്നിൽ നിന്നും അകറ്റിയതിന് എന്ന് പറഞ്ഞിട്ട് രണ്ട് കവിളത്തും അടി കൊടുക്കുകയാണ്. എന്നിട്ട് ഷർട്ടിൻ്റെ കോളറെ കയറി പിടിക്കുന്നുണ്ട്. ഇറങ്ങി പോടാ എന്ന് പറയുമ്പോഴേക്കും ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം നീ നിൻ്റെ ഭാര്യനെ വിശ്വസിക്കുന്നവളായല്ലേ? ഇവളെ എൻ്റെ സ്വാമിഭയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഇവളെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യത്തിലെടുത്തപ്പോൾ ഇവൾ ചതിക്കുകയാണ് നിങ്ങളെല്ലാവരും. ഇവളെ വിശ്വസിക്കരുത് എന്നൊക്കെ പറയാണ്. അശ്വിൻ പറയണ്ട, അതെ ഇവളെ വിശ്വസിച്ചില്ല, അതാ ഞാൻ ചെയ്ത് തെറ്റ്. ഇവളെൻ്റെ അടുത്ത് എത്രയോ പ്രാവശ്യം സത്യങ്ങളൊക്കെ പറയാൻ നോക്കിയതാണ്, അപ്പോഴൊന്നും ഞാൻ ഇവളെ വിശ്വസിച്ചില്ല. അതിനാണ് ഞാൻ ഇത്രയും അനുഭവിച്ചത്. ഇത് ഞാൻ എൻ്റെ ഭാര്യനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവിശ്വസിക്കില്ല. ഇവളെൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ചേർത്ത് വെക്കുകയാണ് അശ്വിൻ. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഞ്ജലിക്ക് ദേഷ്യമായിട്ട് വരുന്നത്. അഞ്ജലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്ന് വേഗം തന്നെ കുഴഞ്ഞു വീഴുവാണ്. ശേഷം അഞ്ജലി വേറെ ആർത്തൊന്നും മിണ്ടിട്ട് ആകെ മിണ്ടുന്നത് മുത്തശ്ശിയുടെ അതുപോലെ തന്നെ മനോരമാൻ്റെ അടുത്ത് മാത്രമേ മിണ്ടത്തുള്ളൂ. അശ്വിനോടും അതുപോലെ തന്നെ ശ്രുതിയുടെ അടുത്തും പ്രീതിയുടെ അടുത്തൊക്കെ നമ്മുടെ അഞ്ജലിക്ക് ഭയങ്കര ദേഷ്യമാണ്. അവരുടെ ഒന്നും അധികം മിണ്ടത്തൊന്നുമില്ല കേട്ടോ അഞ്ജലിനി. എന്തായാലും വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ച പ്രൊമോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അടിപൊളി പ്രൊമോ ആണ്. പക്ഷെ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായുള്ളൂ, വെറും 30 സെക്കൻഡ് മാത്രമേ പ്രൊമോ കാണിച്ചുള്ളൂ. എല്ലാ സീരിയലിലെ പ്രൊമോ 1 മിനിറ്റും 1.5 മിനിറ്റൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ഈ സീരിയലിലെ പ്രൊമോ മാത്രം 30 സെക്കൻഡ്. ആ കുഴപ്പമില്ല, എന്നാലും 30 സെക്കൻഡ് അടിപൊളി പ്രൊമോ തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹിന്ദിയിലെ പോലെ തന്നെ വളരെ തകർത്ത് തന്നെയാണ് കേട്ടോ ഈ പ്രൊമോ കാണിച്ചിരിക്കുന്നത്. ഈ കിഡ്നാപ്പ് സീനൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മിസ്സായെങ്കിലും ഈ സീൻ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.